ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മിനി ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. മിനി എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ഫുൾ വീഡിയോ ആയിട്ടൊന്നും എടുക്കണമെന്ന് നടക്കില്ല. അത് തന്നെയല്ല, മറവി രോഗമുള്ളതുകൊണ്ട് കുറേയൊക്കെ വീഡിയോ എടുക്കാനും മറന്നു പോയിട്ടുണ്ടേ. അപ്പോൾ കുറച്ച് എടുത്തേക്കണ വീഡിയോസ് എല്ലാം നമ്മൾ കൂട്ടിച്ചേർത്ത് ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കട്ടൻ ചായയിൽ തുടങ്ങിയാലോ. രാവിലെ തന്നെ കട്ടൻ ചായ എനിക്ക് നിർബന്ധമാണ് കേട്ടോ. പിന്നെ രാവിലത്തെ ചായയുടെ കടി പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റിയത് പുട്ടുണ്ടാക്കൽ തന്നെയാണല്ലോ. അതിനിവിടെ എല്ലാ ദിവസവും പരാതിയാണ് മക്കൾക്ക്, പുട്ടുണ്ടാക്കണം എന്നും പറഞ്ഞു. ഈ ഒരു വീഡിയോസ് എടുക്കലൊക്കെ ഞാൻ നേരത്തെ സെറ്റ് ചെയ്തതൊന്നുമല്ല കേട്ടോ. രാവിലെ എണീറ്റപ്പോൾ എനിക്ക് തോന്നി ഇന്ന് നമുക്ക് വീഡിയോ എടുത്താലോ എന്ന് ഓർത്ത് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അത് കാരണം വലിയ ഗെറ്റപ്പൊന്നും ഇല്ലാത്തൊരു വീഡിയോസാണ്. എല്ലാവരും കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ കാണുന്ന കൂട്ടുകാരിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ രാവിലെ പുട്ടുണ്ടാക്കണ പൊടി നനക്കണത് മാത്രമേ കാണിച്ചോളൂ. അധികം പാചകമൊക്കെ കഴിഞ്ഞ് പിള്ളേർക്കുള്ള ഫുഡും എല്ലാം റെഡിയായി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് 7 മണി കഴിഞ്ഞ്. പിന്നെ വാവമോളെ എണീപ്പിക്കൽ നല്ലൊരു പണിയാണ് കേട്ടോ. അവൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല. അത് കാരണം എണീപ്പിക്കണ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് അവൾ സ്കൂളിൽ പോകണം. അതിൻ്റെ ഉള്ളിൽ വേറെ പ്രത്യേകിച്ചൊന്നും നടക്കണില്ല. ഇവർ റെഡി ആവണ്, അതിന് ഒച്ചെടുക്കണ്, ബഹളം കൊടുക്കണം, അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ വാവേനെ ഞാൻ ബസ്സിലാണ് കേട്ടോ, ട്രാവലറിനാണ് കേട്ടോ വിടുന്നത്. എൻ്റെ വാഷിംഗ് മെഷീൻ കണ്ടാരും പേടിക്കണ്ട കേട്ടോ, കുറച്ച് പഴയതാണ്. അപ്പോൾ പിള്ളേർ പോയി കഴിയുമ്പോഴാണ് കേട്ടോ ബാക്കി പണികളൊക്കെ ഞാൻ തുടങ്ങുന്നത്. ആദ്യം തന്നെ മുറ്റടിക്കാൻ നിന്ന്. മുറ്റടിക്കലൊന്നും എല്ലാ ദിവസമൊന്നുമില്ല. ഇങ്ങനെ നീണ്ടു പരന്ന് വിസ്താരമായിട്ട് കിടക്കണ മുറ്റം കണ്ടാൽ അത് എല്ലാ ദിവസവും അടിക്കലൊന്നും നടക്കില്ല. ഈ തേക്കിൻ്റെ ഇലയൊക്കെ ചില ദിവസങ്ങളിൽ ഞാൻ പെറുക്കി കളയണേണ്. പണ്ടൊക്കെ പെറുക്കി കളയണ കണ്ടിട്ടില്ലേ, എന്നതുപോലെ പെറുക്കി കളയണേണ്. അങ്ങനെ വേഗം മുറ്റമൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടും പിന്നെ ഞാൻ ചായ കുടിക്കണ വീഡിയോസൊക്കെ എടുക്കാൻ മറന്നുപോയി. പിന്നെ ടേബിളൊക്കെ ക്ലീൻ ചെയ്യാൻ കേട്ടോ. പാത്രങ്ങളും ഇതൊക്കെ എനിക്ക് കുറച്ചൊക്കെ ഉമ്മ കഴുകി വെച്ച് തരും. അപ്പോൾ എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ മീൻ മുറിച്ച് തന്നതും ഉമ്മയാണ്. അങ്ങനെ അല്ലറ ചില്ലറ പണികളൊക്കെ ഉമ്മ എന്നെ ചെയ്ത് സഹായിക്കുന്ന കാരണം കുറേയൊക്കെ പണികൾ ഒതുങ്ങി കിട്ടും കേട്ടോ. പിന്നെ ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ മുറ്റടിക്കലൊക്കെ ഉമ്മ തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഉമ്മക്ക് പാടില്ലാത്ത കാരണം എന്നാലും ഉമ്മ അടിക്കും, മുറ്റമൊക്കെ അടിച്ചൊക്കെ തരാറുണ്ട് ഇടയ്ക്കൊക്കെ. പിന്നെ ഗ്യാസുമ്മ വെക്കലൊക്കെ കുറവായിരുന്നു. ആദ്യത്തിലൊക്കെ ഞങ്ങൾ തറവാട്ടിലൊക്കെ താമസിച്ച സമയത്ത് മിക്കവാറും എല്ലാം രാവിലത്തെ ചായയുടെ കടിയൊക്കെ ഒഴിച്ച് ബാക്കിയെല്ലാം അടുപ്പിലാണ് കേട്ടോ വെക്കുന്നത്. ഇപ്പം എല്ലാം ഗ്യാസുമ്മൊക്കെ തന്നെ ആയതുകൊണ്ട് കുറേയൊക്കെ ടൈം നമുക്ക് മാനേജ് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടോ. അരി അടുപ്പത്തിട്ടതിന് ശേഷമാണ് ബാക്കി പണിക്കുന്നത്. അപ്പോൾ അത് അവിടെ കിടന്ന് വെന്തോളുമല്ലോ. അതും കഴിഞ്ഞ് അടിച്ചു വരാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഒതുക്കി പെറുക്കാനൊക്കെ കുറേ ഉണ്ട്. അത് കണ്ടോ, ആരി വർക്ക് രാത്രി ചെയ്തിട്ട് സ്റ്റാൻഡൊക്കെ അവിടെ ഇട്ടുണ്ടോ പോയത്. അപ്പോൾ എനിക്ക് തോന്നി ഷെൽഫ്സൊക്കെ ഒന്ന് അടുക്കി പെറുക്കി ഒന്ന് തുടച്ചൊക്കെ എടുക്കുക. ആകെ പൊടിയൊക്കെ പിടിച്ച് കിടക്കണമായിരുന്നു. അപ്പോൾ ഒരു 3-4 ഷെൽഫുണ്ട് കേട്ടോ. അതിൽ പറ്റാവുന്നതൊക്കെ തുടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ക്ലീൻ ചെയ്യണതാണ്. പിന്നെ ഈ ഷെൽഫുകളൊക്കെ തുടച്ച് കഴിയുമ്പോൾ എനിക്ക് എല്ലാ ഐറ്റംസും ഒന്ന് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കണ ഒരു ശീലമുണ്ട് കേട്ടോ. ഇവിടെ എൻ്റെ വീട്ടിൽ എനിക്ക് വട്ടാണെന്നേ പറയുള്ളൂ. പക്ഷേ എനിക്കങ്ങനെ കാണുമ്പോൾ ഒരു പുതുമയാണ് തോന്നണത്. നമ്മൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇപ്പോൾ സെറ്റിയും ദിവാങ്കോട്ടൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് കഴിയുമ്പോൾ ആ ഹാളിനൊരു പുതുമ തോന്നും. എനിക്കങ്ങനെ എല്ലാ ഐറ്റംസും ഇങ്ങനെ മാറ്റി വെക്കലൊക്കെ ഉള്ളത് ഒരാളാണ് കേട്ടോ. നിങ്ങളെങ്ങനെയാണ്? ഇങ്ങനെയൊക്കെ തന്നെയാണോ? കമൻറ്റ് ചെയ്യണേ ഒന്ന്. എൻ്റെ ഓരോ ദിവസത്തെയും പണികൾ തീരാതെ ഇങ്ങനെ പോണതുണ്ടല്ലോ. ഞാൻ ഒരു പണിയുടെ ഇടയ്ക്ക് വേറെ പണികൾ ഇത് കണ്ട. അപ്പോൾ അതിൻ്റെ ഇടയിൽ തുടക്കാൻ നിന്ന ഞാനാണ്. അതിൻ്റെ ഇടയിൽ ആ ചെടി മാറ്റി വെക്കാനൊക്കെ അതായിട്ട് പോയി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കൂട്ട. ഓരോ ദിവസവും ഇതൊക്കെ തന്നെ പരിപാടി. എല്ലാ ദിവസവും ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ, നേരത്തെ പണിയൊക്കെ കഴിച്ച് വെച്ചിട്ട് സ്റ്റിച്ചിങ്ങിന് മുകളിലേക്ക് കയറിപ്പോകാമെന്ന്. മുകളിലായതുകൊണ്ട് പോയി കിട്ടാനൊരു ബുദ്ധിമുട്ടാണ്. പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് തയ്ച്ചോളും ഞാൻ. പക്ഷേ പണിയൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പോവാം, ഇത് കഴിഞ്ഞിട്ട് പോവാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിചാരിച്ച് നിൽക്കും. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അപ്പുറം ഇപ്പുറമൊക്കെ തന്നെയാണ് ജ്യേഷ്ഠന്മാരുടെ വീട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അവരായിട്ട് വർത്താനം പറഞ്ഞൊക്കെ ഇന്ന് അങ്ങനെയൊക്കെ നേരം പോകും. പിന്നെ രാത്രിയാവും സ്റ്റിച്ചിങ്ങിന് കയറുമ്പോൾ. അപ്പം ഞാൻ ഈ പണികളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഉമ്മ മീൻ മുറിച്ചുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. കിളിമീനാണ് കേട്ടോ കിട്ടിയത്. സാധാരണ ഞാൻ കിളിമീൻ മുളക് ചാറ് വെക്കാറാണ് പതിവ്. അന്ന് എന്തോ എനിക്ക്
തേങ്ങ അരച്ച് വെക്കാൻ തോന്നിയിട്ട് അങ്ങനെ വെച്ച് കുറച്ച് മീൻ പൊരിക്കാനും എടുത്തിട്ടാണ്. പൊരിക്കണ മീൻ ഞങ്ങൾ രാത്രിയേ പൊരിക്കാറുള്ളൂ. രാത്രിയാണ് എല്ലാവരും ഒത്ത് കിട്ടുള്ളൂ. അപ്പം ഒരുമിച്ച് പൊരിച്ച മീൻ അപ്പോഴേ എടുക്കുള്ളൂ. അപ്പം മീൻകറി മാത്രമേ ഇന്നുള്ളൂ. സൈഡായിട്ട് ഒലത്തും പൊരിച്ചതും ഒന്നും വേറെ ഒന്നുമില്ല. ഉച്ചക്കത്തേക്കും മീൻകറി മാത്രമേ ഉള്ളൂ. അപ്പം എന്നാൽ പിന്നെ ആ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി വെക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ കഴിഞ്ഞ് ഞാൻ മുടിയിൽ എണ്ണ തേക്കണേണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തുടക്കാനുള്ള കോളെടുത്ത് വെച്ചേക്കണേന്. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ മധുരക്കിഴങ്ങിൻ്റെ കാര്യം ഓർത്തത്. കഴിഞ്ഞ ദിവസത്തേക്ക് കൊണ്ടുവന്നതാണ്. എന്നാൽ പിന്നെ അതങ്ങോട്ട് വേവിച്ചിട്ടിട്ട് തുടക്കാൻ പോകാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അത് വേവിക്കാനിട്ടു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തുടക്കാൻ കയറിയൊക്കെയാണ്. തുടച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ ഓർത്ത മുട്ട ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ. എന്നാൽ പിന്നെ മുട്ട പൊരിച്ചാലോ ഉച്ചക്കത്തേക്ക് വേണ്ടിയെന്ന് വിചാരിച്ച് തുടക്കൽ കഴിഞ്ഞ് നേരെ ഞാൻ പോയത് മുട്ട പൊരിക്കാനാണ് കേട്ടോ. അങ്ങനെ അപ്പോഴത്തേക്കും നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ വിസിലൊക്കെ വന്ന് അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പിന്നെ മുട്ട പൊരിക്കാൻ നിന്ന്. അപ്പോൾ 2 പപ്പടം ഇരിപ്പുണ്ടായി, അതും പൊരിച്ച് അങ്ങനെ ഉച്ചക്കത്തേക്കുള്ളതൊക്കെ ഞാൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ച്. വേറെ ഒന്നുമല്ല, ഞാൻ കുളിക്കാൻ കയറുന്ന സമയത്ത് ചിലപ്പോൾ ഇക്കാക്ക വന്നു കഴിഞ്ഞാൽ ചോറ് തിന്നാൻ പറ്റില്ല. ഒന്നും എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ പുള്ളിക്ക് പണിയല്ലേ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ മധുരക്കിഴങ്ങ് ഊറ്റി വെച്ചിട്ടാണ് കുക്കറിൽ നിന്ന്. ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ കുളിക്കാൻ കയറി. പറഞ്ഞതുപോലെ തന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരവും കഴിഞ്ഞ് ചോറ് തിന്നാൻ വേണ്ടി വരുമ്പോൾ 2 മണിയായിട്ടാണ്. അപ്പോഴത്തേക്കും ഇക്കാക്ക വന്ന് ചോറിട്ടൊക്കെ കഴിഞ്ഞ് പോയി. ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് ചോറ് തന്നെയാണ് ചെയ്തത്. മിക്ക ദിവസങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് പതിവ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ഓക്കെ, ബായ്.